സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ. ആ വീഡിയോയിൽ മുഴുനീളെ പറയുന്നത് ശ്രീനിവാസൻ എന്ന് പറയുന്ന അതുല്യ കലാകാരൻ, അല്ലെങ്കിൽ ആ ഒരു പകരം വെക്കാനില്ലാത്ത ഒരു കലാകാരനോട് ഒരു സ്വാമി ചെയ്തിരിക്കുന്ന ഒരു ക്രൂരതയെ പറ്റിയാണ്. അല്ലെങ്കിൽ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ്റെ, അല്ലെങ്കിൽ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ്റെ ആത്മാവിനോട് ഒരു സ്വാമി ചെയ്ത ക്രൂരതയെ പറ്റിയാണ് ആ വീഡിയോയിലെല്ലാം പറയുന്നത്. എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ശ്രീനിവാസൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ, അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞു പോകുന്നു. അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളൊക്കെ നടത്തുന്നു, മക്കളും എല്ലാവരും ചേർന്ന് നടത്തുന്നു. ആ കർമ്മം നടത്താൻ വേണ്ടിയിട്ട് കർമ്മിയായിട്ട് വിളിച്ച ഒരാൾ അവർ അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് വെള്ള ഇട്ടൊരുത്തൻ അവിടേക്ക് കയറുന്നു. പിന്നീട് എല്ലാ ഈ പറയുന്ന പൂജകളുടെയും മുഖ്യ കാർമ്മികത്വം ഇവൻ ചെയ്യുന്നു. എന്നിട്ട് പൂജാ ഗ്രന്ഥങ്ങൾ വായിച്ച് അറിവുകൊണ്ടായിരിക്കാം പൂജകളുടെ ഓരോ കാര്യങ്ങളെപ്പറ്റി പറയുന്നു. അങ്ങനെ ഓരോ രീതിയിലും ഈ പറയുന്ന കുടുംബത്തിൻ്റെ ആ ഒരു ശ്രീനിവാസൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഭൗതിക ശരീരം ചിതയിലേക്ക് വെക്കുന്നത് വരെയും ഈ സ്വാമി അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ആരെ പറ്റിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മുതലമട സ്വാമി എന്ന് പറയുന്ന ഒരാൾ ദൈവത്തിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. അപ്പം നമുക്കറിയാം ശ്രീനിവാസൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ ദൈവവിശ്വാസിയായിരുന്നു, എന്നാൽ നിരീശ്വരവാദിയായിരുന്നു. ഇതൊന്നുമല്ല. അദ്ദേഹത്തിന് ദൈവത്തിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ദൈവത്തിൽ വിശ്വസിക്കാനായിട്ട് ദൈവം എൻ്റെ മുൻപിലേക്ക് വരികയോ അല്ലെങ്കിൽ ദൈവത്തിനെ ഞാൻ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക? ദൈവമുണ്ട് എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി എനിക്കറിയാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ പറയുന്ന ശ്രീനിവാസൻ അതിനെപ്പറ്റി പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീഡിയോയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സംഭവങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ശ്രീനിവാസൻ ദൈവങ്ങളെ പറ്റി എന്താണ് പറഞ്ഞതെന്നുള്ള വീഡിയോ ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. അത് കണ്ടിട്ട് നമുക്ക് നേരെ സ്വാമിയെ പറ്റിയുള്ള വീഡിയോയിലേക്ക് പോവാം. വിധിയിൽ ഞാൻ വിശ്വസിക്കേണ്ട, വിശ്വസിച്ചില്ലെങ്കിൽ വിധി സംഭവിച്ചുകൊണ്ടേയിരിക്കും. എന്നെ വിശ്വസിക്കുന്നു ഒന്നും നമ്മൾ വിചാരിച്ച പോലെയല്ല നടക്കുന്നത്, അതല്ലേ വിധി അല്ലേ? നിമിത്തങ്ങൾ. അപ്പം കഥ പറയുമ്പോൾ സിനിമയിലൊക്കെ മമ്മൂട്ടി പറയുന്ന നിമിത്തത്തിനെ പറ്റി പറയുന്നതാണ്. ഞാനിവിടെ ഈ സ്കൂളിൽ എത്തിച്ചേരുക എന്നുള്ളത് ജീവിതത്തിലൊരു നിമിത്തമായിട്ട് ഞാൻ കണ്ടു. അത് തന്നെയാണ് എൻ്റെ ഇത്. എല്ലാം കാര്യം നിമിത്തങ്ങൾ. അത് വിധിയാണെന്ന് എനിക്ക് കണ്ടുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ ആളൊന്നുമല്ല. ദൈവത്തിൽ വിശ്വസിക്കാൻ ഇതൊക്കെ ദൈവങ്ങളൊന്നും എൻ്റെ മുമ്പിൽ വന്നില്ല. അതാ പ്രശ്നം. ജെറാൾഡ് റൂഡ് എന്ന് പറയുന്ന ഒരു തത്വചിന്തകനുണ്ട്. അദ്ദേഹം പറഞ്ഞത് എനിക്ക് വലിയ ഇഷ്ടമുള്ള സംഗതി എന്ന് വെച്ചാൽ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഇല്ലാതിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ അന്തസ്സിന് നല്ലത്. നല്ലതല്ലേ? കാരണം ദൈവത്തെ പറ്റിയിട്ട് ഓരോ ആൾക്കാർ ഇല്ലാത്ത മഹത്വങ്ങളൊക്കെ പറഞ്ഞ് ദൈവത്തെ എവിടെയോ നിർത്തിയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരാളില്ലാത്തതാണ് ദൈവത്തിൻ്റെ അന്തസ്സിന് നല്ലത്. കണ്ടില്ലേ ശ്രീനിവാസൻ പറഞ്ഞത്? ദൈവം എന്ന് പറയുന്നത് ഒരാൾ പറഞ്ഞതുപോലെ ദൈവം എന്ന് പറയുന്നൊരു വിശ്വാസം. ഞാൻ ദൈവത്തിനെ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ദൈവം ഉണ്ടെന്നുള്ളത്? എന്നാൽ എനിക്ക് ദൈവത്തിൽ ഒരു വിശ്വാസമില്ലായ്മയുമില്ല. ഞാൻ പൂർണ്ണമായിട്ടൊരു നിരീശ്വരവാദിയുമല്ല, ഞാൻ അത്രയധികം ദൈവവിശ്വാസിയുമല്ല എന്നാണ് ശ്രീനിവാസൻ പറഞ്ഞത്. ശ്രീനിവാസന് ആൾ ദൈവങ്ങളെ വലിയ വിമുഖതയായിരുന്നു, അല്ലെ ആൾ ദൈവങ്ങളോട് വലിയ ദേഷ്യമായിരുന്നു. അദ്ദേഹത്തിന് അവരോടുള്ള വിമുഖത പലപ്പോഴും പല സന്ദർഭങ്ങളിലും അദ്ദേഹം എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് മാധ്യമങ്ങളെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുമുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ആൾ ദൈവങ്ങളിൽ എനിക്കത്ര, ദൈവത്തിൽ പോലും വിശ്വാസമില്ലാത്തൊരു മനുഷ്യൻ ആൾ ദൈവത്തിൽ എങ്ങനെയാണ് വിശ്വാസം വരുന്നത്? വെറുതെ ഓരോരുത്തരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഓരോ പരിപാടിയും കൊണ്ടിറങ്ങി തിരിച്ചിരിക്കുന്നവരാണ് ഈ ആൾ ദൈവങ്ങൾ എന്നാണ് പറഞ്ഞത്. ഇതേ ശ്രീനിവാസൻ തന്നെയാണ് പറഞ്ഞത്, ഈ കൊടിയും പിടിച്ച് നടക്കുന്ന ആളുകളുടെയൊക്കെ വീട്ടിൽ ഇരിക്കുന്നത് അണികൾ മാത്രമായിരിക്കും. നേതാക്കന്മാരുടെ മക്കളോ നേതാക്കന്മാരോ ഒന്നും ഒരിക്കലും മരിക്കുന്നില്ല. അവിടെ കൊടി പിടിച്ച് മുന്നിൽ നടക്കുന്ന അണികൾക്ക് മാത്രമായിരിക്കും നഷ്ടം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞാണ്. അതുപോലെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞ ആൾ ദൈവങ്ങളെ അദ്ദേഹത്തിന് വിശ്വാസമില്ലെന്നും ആൾ ദൈവങ്ങളെ ആരും ആരാധിക്കാൻ പാടില്ല എന്നും. എന്നാൽ അതേ ആൾ ദൈവം തന്നെയാണ്, ആ ഒരു പേര് ഈ മുതലമട സ്വാമി എന്ന് പറയുന്ന ഈ ഫ്രോഡിനെതിരെയും ശ്രീനിവാസൻ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ സംസാരിച്ചതിന് ശേഷം ആ ഒരു വൈരാഗ്യമാണോ ശ്രീനിവാസന്റെ ആത്മാവിനിട്ട് കാണിക്കാനായിട്ട് ഇവൻ ഈ ശ്രമിച്ചതെന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഞാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ആ ഒരു ചടങ്ങിൽ, സംസ്കാര ചടങ്ങുകളിൽ ഈ പറയുന്ന സ്വാമി വന്നിട്ട് മെഴുകുന്ന കുറച്ച് വീഡിയോസ് ഉണ്ട്. സ്വാമി മുഖ്യ കാർമ്മികത്വം ഏറ്റെടുക്കുന്ന വീഡിയോസ് ഉണ്ട്. അതെന്തായാലും ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം. ദൈവമേ നിന്റെ സായുജ്യം പരേതാത്മാവിരേകണേ, ഓരോന്നുല്ലൊന്നുമേ ഞങ്ങൾ പോയാൾക്കുള്ള ഗതാഗതം എല്ലാം നിന്നിൽ സമർപ്പിപ്പോ. ആരാണ് ഈ കർമ്മി? അന്തരിച്ച ശ്രീനിവാസന്റെ കുടുംബത്തിന് ഇയാളെ അറിയില്ല. കുടുംബം വേർപാടിന്റെ വേദനയിൽ നീറുമ്പോൾ അവരുടെ അനുമതിയില്ലാതെ സംസ്കാര ചടങ്ങിന്റെ കാർമ്മികത്വം സ്വയം ഏറ്റെടുത്തതാണ് സുനിൽദാസ്. കുടുംബം തീരുമാനിച്ച കർമ്മികളെ മറികടന്ന് സുനിൽദാസ് എന്ന സുനിൽ സ്വാമിയുടെ പ്രകടനമായിരുന്നു അവിടെ. ശ്രീയേട്ടൻ്റെ മരണാനന്തരം ഉണ്ടായ കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് ഈ സുനിൽ സ്വാമി എന്ന സ്വാമി ആരും ക്ഷണിക്കാതെ അവിടേക്ക് കടന്നു ചെന്ന് ഈ പൂജയുടെയും കർമ്മത്തിൻ്റെയും മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുത്തു. നിങ്ങൾക്ക് സുനിൽദാസ് എന്ന സുനിൽ സ്വാമിയുടെ പുരാണം അറിയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നല്ലൊരു സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന് താമസം, ജയിലിലായിരുന്നു. പാലക്കാട് മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മറവിൽ പലവിധ തട്ടിപ്പുകൾ നടത്തിയയാളാണ് ഈ സുനിൽദാസ്. കേരള പോലീസും തമിഴ്നാട് പോലീസും ഒക്കെ
ഇയാൾക്കെതിരെ തട്ടിപ്പിന് കേസെടുത്തിട്ടുണ്ട്. നിരവധി തട്ടിപ്പ് കേസുകളിൽ സുനിൽദാസ് ജയിലിലും കിടന്നിട്ടുണ്ട്. പല്ലശ്ശനയിലെ സഹകരണ ബാങ്ക് ജീവനക്കാരനായിരുന്ന സുനിൽദാസാണ് പിന്നീട് സുനിൽ സ്വാമിയായി മാറിയത്. വൈകാതെ സ്വന്തം വീട് ആസ്ഥാനമാക്കി സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി തട്ടിപ്പിന് തുടക്കമിട്ടു. പ്രമുഖരെ മുതലമടയിൽ എത്തിച്ചാണ് സുനിൽദാസ് ആളുകളുടെ വിശ്വാസം മുതലെടുത്തത്. ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ നിലപാടെടുത്ത ശ്രീനിവാസന്റെ അന്ത്യകർമ്മങ്ങൾക്ക് അനുമതിയില്ലാതെ നേതൃത്വം നൽകിയതിൽ കുടുംബാംഗങ്ങൾ കണ്ടില്ലേ? ഇതാണ് ആൾദൈവമായിട്ടുള്ള മുതലമട സ്വാമി എന്ന് പറയുന്ന ചെറ്റ തോന്നിവാസമല്ലേ ഇവനവിടെ കയറി കാണിച്ചിരിക്കുന്നത്. ഇവനെതിരെ ശ്രീനിവാസൻ വലിയ രീതിയിൽ, അതായത് ഇവനെ പോലെയുള്ള ആളുകൾക്കെതിരെ ഇവനെതിരെയും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ സംസാരിച്ചൊരു വ്യക്തിയുടെ മരണസമയത്ത് അവരോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് കയറി ചെന്ന് എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് അത് മന്ത്രോച്ചാരണമാണെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബത്തിന് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. പലരും പറയുന്നുണ്ട് ശ്രീനിവാസന്റെ മക്കളൊക്കെ അറിഞ്ഞിട്ടാണ് ഈ ഒരു ചതി ചെയ്തതെന്നുള്ളത്. അവരെ ഒരിക്കലും ഒരു തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അവർ തകർന്നിരിക്കുകയാണ്. തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വഴിയെ കൂടെ പോയ ഏതോ ഒരു നാറി അവിടെ കയറി ചെല്ലുന്നത്. വെള്ളയൊക്കെ ഇട്ടിട്ട് ഒരു സ്വാമിയാണ്, കാണുമ്പോഴേ അറിയൊരു സ്വാമിയാണ്. എന്നാൽ അത് തങ്ങൾ വിളിച്ച കൂട്ടത്തിലുള്ള ആളുകളാണോ, തങ്ങൾ വിളിച്ച കർമ്മം ചെയ്യാനായിട്ട് വിളിച്ച കൂട്ടത്തിലുള്ള ആളുകളാണോ എന്ന് കുടുംബത്തിന് അറിയില്ല. അവിടെ കർമ്മം ചെയ്യാനായിട്ട് വിളിച്ച ആളുകൾക്ക് ഈ കുടുംബം വേറെ ആരെങ്കിലും ഇതിന്റെ കൂട്ടത്തിൽ വിളിച്ചിട്ടുണ്ടോ എന്നുള്ളത് അവർക്കും അറിയില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ആർക്കും ഒരു സംശയം ഉണ്ടാവത്തില്ല. ഈ പറയുന്ന ആൾ ദൈവം വന്നിവിടെ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാരണം ഇത് അവരാരോ വിളിച്ചിട്ട് വന്നതാണ്. ഈ മറ്റേ പുലിവാൽ കല്യാണം സിനിമയ്ക്കകത്ത് കല്യാണം കൂടാനായിട്ട് ആളുകൾ പോകുമ്പോൾ പെണ്ണ് വീട്ടുകാർ വിചാരിക്കും അത് ആൺ വീട്ടുകാർ കൊണ്ടുവന്നതാണെന്ന്, ആൺ വീട്ടുകാർ വിചാരിക്കും അത് പെൺ വീട്ടുകാർ കൊണ്ടുവന്നതാണെന്ന് എന്നുള്ള രീതിയിൽ ഒരു ബുദ്ധിമുട്ട്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയ അങ്കലാപ്പ് അവിടെ ഉണ്ടായി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ധ്യാൻ ശ്രീനിവാസനോ വിനീതിനോ ഒന്നും ശ്രദ്ധിക്കാൻ സാധിക്കത്തില്ല ഇത് ഏതവനാണെന്ന് പോലും. ശ്രീനിവാസൻ എന്തായാലും അത് മനസ്സിലായിട്ടുണ്ട്. ശ്രീനിവാസന്റെ ആത്മാവിന് പോലും ശാന്തി ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ കാണിക്കുന്നവർക്കെതിരെയാണ് ശ്രീനിവാസൻ സംസാരിച്ചിട്ടുള്ളത്. അതിനെതിരെ സിനിമയും ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരു സിനിമ, ജഗതി ശ്രീമാറിനെയൊക്കെ വെച്ചിട്ടുള്ള ഒരു സിനിമ. അപ്പൊ അങ്ങനെ ശ്രീനിവാസന്റെ ഈ ഒരു അന്ത്യകർമ്മം ചെയ്യാനായിട്ട് ഏതോ വഴിയിൽ കൂടെ പോയൊരു ചാവാലിപ്പട്ടി കൂടി കയറി ചെന്നിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുമാതിരി വേറെ പേരുകളൊക്കെ വിളിക്കണം. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇവനെ ആരാണ് സ്വാമിയാക്കിയത്? ഇവൻ എന്താണ് അധികാരം? ചില ആളുകൾ പറയുന്നുണ്ട് ആ വീട്ടിലേക്ക് ക്ഷണിക്കേണ്ട ആവശ്യം എന്താണ്, ഒരു മരണ വീടാണ്, അവിടെ ആർക്കും ചെല്ലാം എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, ആർക്കും ചെല്ലാം. ഈ കഴിക്കാൻ ചെന്നവനാണെങ്കിൽ കഴിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ കാണാൻ ചെന്നവനാണെങ്കിൽ കണ്ടിട്ട് പോകണം, പറയാൻ ചെന്നവനാണെങ്കിൽ പറഞ്ഞിട്ട് പോകണം. അല്ലാതെ ഇങ്ങനത്തെ തോന്നിവാസങ്ങൾ കാണിക്കരുത്. ഇങ്ങനത്തെ തന്തയില്ലായ്മ ആര് കാണിച്ചാൽ അവരെ എല്ലാം അങ്ങ് അംഗീകരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ആ ആളുകളെ കാണുമ്പോൾ വല്ലാത്ത പുച്ഛം മാത്രമേ ഉള്ളൂ എനിക്ക്. കാരണം ആ ശ്രീനിവാസൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ, അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലാത്തൊരു ആളാണ്. ദൈവങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ആൾ ദൈവങ്ങളാണെങ്കിലും. അപ്പൊ ദൈവങ്ങളെ പറ്റി പോലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. നിന്ദിക്കുന്നുമില്ല, വന്ദിക്കുന്നുമില്ല എന്നുള്ളൊരു രീതിയാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് അദ്ദേഹം ഒരിക്കലും ഇഷ്ടപ്പെടാത്ത, ഒരു കാലത്തും ഒരിക്കലും അടുത്ത് വേണമെന്ന് താല്പര്യപ്പെടാത്ത ഒരു മനുഷ്യൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ആത്മാവിന് എങ്ങനെയാണ് ശാന്തി കിട്ടുക? ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ആത്മാവിന് ശാന്തി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് ഡൗട്ടാണ്. കാരണം ഈ കർമ്മങ്ങൾ മുഴുവനും എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഈ നാറിയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈ കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് ഇവൻ നൈസായിട്ട് ഇവന്റെ പരിപാടിയും കഴിഞ്ഞ് അങ്ങ് പോയി. അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? എന്താണ് ഇനി വരും ദിവസങ്ങളിൽ എവിടുന്നെങ്കിലുമൊക്കെ ഈ ഗോപൻ സ്വാമി, നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, ഒരു ചുമട്ട് തൊഴിലാളിക്കാരൻ, മണിയൻ അങ്ങനെ എന്താണ് പേരെന്ന് തോന്നുന്നു. അയാൾ മരിച്ചപ്പോൾ ഇതുപോലെ കുറെ എണ്ണം കുംഭകോണത്തുനിന്നോ അങ്ങനെ എന്തോ കുറെ എണ്ണം വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കുംഭമേളയിലുള്ളതൊക്കെ. ഇതെല്ലാം സ്വാമിമാരാണെന്നാണ് പറയുന്നത്. എവിടുത്തെ സ്വാമിമാർ? എന്ത് സ്വാമിമാര്? എന്താണ് ഇവരുടെയൊക്കെ ഗുണം? എന്താണ് ഇവരെ കൊണ്ട് എന്താണ് ഗുണം? ഏതെങ്കിലും ജീവിച്ചിരിക്കുക? കുറെ എണ്ണം ഞാൻ ഇടയ്ക്ക് കുറെ വീഡിയോസ് ഒക്കെ കണ്ട് കാല് കഴുകി വെള്ളം കുടിക്കുന്നത് അങ്ങ് യുപിയിലും ബീഹാറിലും ഒക്കെ. അതൊക്കെ അവിടെയൊക്കെ നടക്കും. കാരണം സംഘികൾ ഗോമൂത്രം കഴിക്കുന്നവർക്ക്, ചാണകം കഴിക്കുന്നവർക്കും ഇച്ചിരി കാല് കഴുകി വെള്ളം കുടിച്ചാലും വലിയ പുച്ഛമൊന്നും തോന്നത്തില്ല, വലിയ ബുദ്ധിമുട്ട് തോന്നത്തില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഇവനുള്ള പണി ധ്യാൻ ശ്രീനിവാസൻ തന്നെ കൊടുക്കുമെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇപ്പോൾ ഈ ബുദ്ധിമുട്ടുകളിലും വിഷമങ്ങളിലും ധ്യാൻ ആകെ തകർന്നിരിക്കുകയാണ്. ഇപ്പോൾ ധ്യാനൊന്നും മിണ്ടാൻ പറ്റില്ല. എന്നാൽ ഇപ്പോൾ കുടുംബം രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അവിടെ വന്നിരിക്കുന്ന സ്വാമിയെ ഞങ്ങൾ വിളിച്ചിട്ട് വന്നതല്ല, അവൻ ആരാണെന്ന് പോലും അറിയില്ല എന്നാണ് പറഞ്ഞത്. ഈ സ്വാമി എന്ന് പറയുന്നവനോട് എനിക്ക് ഇത്ര ദേഷ്യം തോന്നിയതിന്റെ കാരണം വേറൊന്നുമല്ല, ഞാൻ അതുകൂടെ പറയാം. ഈ മുതലമട സ്വാമി എന്ന് പറയുന്നവന് ഇവനെതിരെ ഈ ഒരു വർഷം തന്നെ കുറച്ചധികം കേസുകളുണ്ട്. ഈ പണം തട്ടിപ്പ് കേസ്, വസ്തു തട്ടിപ്പ് കേസ്, അതിന് മുൻപ് ഒരുപാട് കേസുകൾ ഇവന്റെ പേരിലുണ്ട്. ഇവ ഒരുമാതിരി വൃത്തികെട്ട ഒരു പ്രവൃത്തിയുള്ള ഒരുത്തനാണ്. ഇവനെയാണ് സ്വാമി എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ തന്നെ സ്വയമേ നടക്കുകയാണ്. ഇവനെതിരെ ഒരുപാട് കേസുകളുണ്ട്, ഒരുപാട് തന്തയ്ക്ക് പുറക്കാഴികൾ ഇവൻ ചെയ്യുന്നവനാണ്. എന്നിട്ട് വന്നിട്ട് ഈ ശ്രീനിവാസൻ മരിച്ചു കിടക്കുമ്പോൾ ശ്രീനിവാസൻ്റെ അടുത്ത് വന്നിട്ട് ക്രിയകൾ ചെയ്യാനും നിൽക്കുന്നു. അപ്പോൾ അതിലുള്ള ദേഷ്യം ശ്രീനിവാസൻ എന്ന് പറയുന്ന മനുഷ്യനോടും മനുഷ്യന്റെ ആത്മാവിനോടും ഉള്ള ദേഷ്യം നമുക്ക് അവിടെ പ്രകടമാണ്. മരിച്ചു കഴിഞ്ഞാൽ നിന്നെ വിടത്തില്ലട എന്നുള്ളൊരു ധാർഷ്ട്യം, ആ ധാർഷ്ട്യത്തിന്റെ മേലായിരിക്കണം ഈ പരിപാടി, ഈ തോന്നിവാസം ചെയ്തിരിക്കുന്നത്. ഇതിനി ആവർത്തിക്കാൻ പാടില്ല.
ഇവിടെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വീട്ടുകാർ ഏർപ്പെടുത്തിയിട്ടുള്ള ആളുകളുണ്ട്. അവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ കയറി ഒരു സ്പേസ് പിടിച്ചുകൊണ്ട് ഒരു സ്ക്രീൻ സ്പേസ് ഇവൻ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് നല്ല ബോധ്യമുണ്ട്. അവൻ എന്തൊക്കെയോ കരുതിക്കൂട്ടി വന്നതാണ്. ആ കരുതിക്കൂട്ടി വന്നത് അവൻ കൃത്യമായിട്ട് ചെയ്തിട്ട് പോയിട്ടുമുണ്ട്. അപ്പോൾ ശ്രീനിവാസൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ ആത്മാവിന് ഒരു തരത്തിലും ശാന്തി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു ആഗ്രഹം, ആ ആഗ്രഹത്തിന്മേലും ആ ധാർഷ്ട്യത്തിന്മേലും ഒക്കെ ആയിരിക്കണം ഈ പരിപാടി ഇവൻ ചെയ്തിരിക്കുന്നത്. എന്തിനാണെങ്കിലും വരും ദിവസങ്ങളിൽ ഉടനെ തന്നെ ഇതിനെതിരെ ആക്ഷൻ ഉണ്ടാവട്ടെ. ശ്രീനിവാസൻ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തികൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി കിട്ടും. പക്ഷേ ഇവനെ പോലെയുള്ള നാറുകൾ കയറി ചെയ്തു വെച്ചിരിക്കുന്ന പരിപാടിക്ക് ഒരിക്കലും അദ്ദേഹത്തിന് ശാന്തി കിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇവനുള്ള പണി കിട്ടട്ടെ. ഇനിയും ഇതുപോലെയുള്ള ആൾ ദൈവങ്ങൾ ഇങ്ങനത്തെ വൃത്തികെട്ട തോന്നിവാസങ്ങൾ കാണിക്കാനായിട്ട് വരാതെ ഇരിക്കട്ടെ. അതിന് വേണ്ടിയിട്ടുള്ള താക്കീതാവട്ടെ ഈ ഒരു കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.